ഒരു കന്യകയുടെ വിവാഹ നിശ്ചയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ തേടുന്നത്, അതും ഈ ദേവാലയത്തിന് ഏറെ പ്രിയപ്പെട്ട മേരിയുടെ കാര്യത്തിൽ. ഒന്ന് പറയൂ റബ്ബി. ബഹളം വയ്ക്കാതിരിക്കൂ. അതറിയാനുള്ള തിടുക്കം എനിക്കുമുണ്ട്. നീ തന്നെയാണ് നസ്രത്തുകാരനായ ജോസഫ്. നസ്രത്തിൽ മേറിയും ജോസഫുമായി ദൈവത്തിന്റെ അതേ ആകാശവിധാനം, അതേ രാത്രി. പക്ഷേ ഇന്ന് പകലിൽ നമ്മൾ അധികാരമുണ്ട്. രാജാവ് നിശ്ചയിക്കുന്ന ആരാധനാശീലങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്. കാലങ്ങളായി യഹൂദ ജനത പിന്തുടരുന്ന വിശ്വാസത്തിന്റെ ഉടമ്പടികളും നിയമങ്ങളും ശീലങ്ങളും വെടിഞ്ഞ് പരിച്ഛേദനവും സാപത്തും തിരുനാളും വലിച്ചെറിഞ്ഞ് വിജാതിയെ പോലെ വിഗ്രഹാരാധനയും ബലിയും വധുഗ്രഹത്തിൽ നിന്നും വിരുന്ന് സ്വീകരിക്കുന്നതും അന്തി ഉറങ്ങുന്നതും എന്റെയല്ല, മേരിയുടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ കരയുകയാണോ? അതോ ചിരിക്കുകയാണോ? കാലിടണാവുന്ന ഒരു ബാലികയ്ക്ക് നീ വിശ്വാസത്തിന്റെ കരുതലും കൈത്താങ്ങും നൽകാഞ്ഞതെന്ന്. ആ മനുഷ്യൻ ആകാശത്തോളം ഉയരമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത്രയൊക്കെ രാജകൽപ്പന വിവരങ്ങളല്ല. എന്നാൽ മേരിയെ കൂടെ കൂട്ടുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പോലെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ മേരിയുടെ പ്രസവം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം എന്റെ അമ്മ പറഞ്ഞത്. ഇടം കിട്ടാതിരിക്കില്ല. ഇത് കൂടി കഴിക്കും. അങ്ങ് കഴിക്കും. ഞാൻ കഴിച്ചോളാം. മേരിക്ക് മാത്രമല്ല.